إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറ 155 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നോക്കൂ, ഇത് നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാരണങ്ങൾ കൊണ്ടും പലതുകൊണ്ടും പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആയത്താണ്. വലനബ്ലുവന്നകും ബിശൈഇൻ, ചില കാര്യങ്ങളെ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവിനുള്ള പരീക്ഷണങ്ങൾ നിർബന്ധമായും നിശ്ചയമായും നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. എന്തൊക്കെ പരീക്ഷണങ്ങളാണ് തുടർന്ന് വിശദീകരിക്കുന്നു. മിനൽ ഖൗഫ്, ഭയത്തിൽ നിന്നുള്ള പരീക്ഷണം ഉണ്ടാകും. ഭയം കൊണ്ടുള്ള പരീക്ഷണം അല്ലാഹുവിൽ നിന്നുണ്ടാകും. വൽ ജൂഅ്, വിശപ്പ് കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. വനക്സിൻ മിനൽ അംവാൽ, അംവാൽ മുതൽ സമ്പത്ത് ചുരുക്കം കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. സമ്പത്ത് ചുരുങ്ങിക്കൊണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. വൽ അൻഫുസ്, ശരീരം ചുരുങ്ങിക്കൊണ്ടുമുണ്ടാകും. ശരീരം ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന മരണം, അടുത്ത ബന്ധുക്കളുടെ മരണം കൊണ്ടുമുണ്ടാകും. വസ്സമറാത്ത്, ഫലവർഗങ്ങൾ അതുപോലെ ഫലവർഗങ്ങൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നു? കൃഷി പോലുള്ള സംഗതികളൊക്കെ ചുരുങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ നിർബന്ധമായും ഉണ്ടാകും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത്തരം പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ക്ഷമിക്കുന്ന ക്ഷമാശീലർക്ക് സന്തോഷ വാർത്ത എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് ഉപസംഹരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു വിവിധങ്ങളായ സംഗതികൾ കൊണ്ട് നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ഉറപ്പായി പരീക്ഷിക്കുമെന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. വളരെയധികം വിശദീകരിക്കേണ്ട ആയത്താണ്. നോക്കൂ, ചുരുക്കി പറഞ്ഞാൽ മിനൽ ഖൗഫി, ഭയം കൊണ്ട്, പലതരത്തിലുള്ള ഭയം കൊണ്ട്, പലതരത്തിലുള്ള ദാരിദ്ര്യത്തിന്റെ ഭയം, രോഗത്തിന്റെ ഭയം, അങ്ങനെയുള്ള മാനസിക പ്രയാസത്തിന്റെ ഭയം കൊണ്ട് പരീക്ഷിക്കും. വൽ ജൂഅ്, വിശപ്പ് കൊണ്ടും. വനഖ്സി മിനൽ അംവാൽ, ധനം ചുരുങ്ങിയിട്ടും. വൽ അൻഫുസി, ദേഹങ്ങൾ ചുരുങ്ങിയിട്ടും, അടുത്ത ബന്ധുക്കൾ മരണപ്പെട്ടുകൊണ്ട്. വസ്സമറാത്ത്, ഫലവർഗങ്ങൾ ചുരുങ്ങിക്കൊണ്ടും, അതായത് കൃഷികൾ ചുരുങ്ങിക്കൊണ്ടും നമ്മെ പരീക്ഷിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഉപശ്ശേരി സ്വാബിനിയും, അപ്പോൾ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാ സമയത്തും എല്ലാ അവസ്ഥയിലും നമ്മൾ ക്ഷമിക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെടണമെന്നാണ് സന്ദേശമാണ് അല്ലാഹു നൽകുന്നത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.